വായു ആയുസ്സാണ്. നമ്മുടെ മൂക്ക് ആരെങ്കിലും ബലമായി അടച്ചു പിടിച്ചിരുന്നാൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു പോവുകയില്ലേ? ഈ പ്രാണവായുവായ ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പ്രയാസമാണ്. എന്നാൽ ഈ പ്രാണവായു തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഓക്സിജൻ തന്നെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ജലാംശം രൂപപ്പെട്ട് അത് H+ അയോണായിട്ട് മാറിയിട്ട് ഈ ശരീരത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് അത് H2O അഥവാ വാട്ടർ അല്ലെങ്കിൽ ജലം ആയിട്ട് മാറുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് H+ അയോൺ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ അയോൺ, ഓക്സിജൻ അയോൺ, ഈ നെഗറ്റീവ് പവറുള്ള ഓക്സിജൻ അയോൺ H+ൻ്റെ കൂടെ കൂടാതെ, അതായത് ജലാംശമായി മാറാതെ നമ്മുടെ ശരീരത്തിൽ കൂടെ അങ്ങനെ നടക്കുന്നു. തലച്ചോറിലെ കോശങ്ങൾക്കുള്ളിൽ ഈ ഫ്രീ റാഡിക്കൽ നിർവീര്യമാക്കപ്പെടാതെ കിടക്കുകയാണെങ്കിൽ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. കണ്ണുകളിലെ കോശങ്ങളിൽ ഇത് നിർവീര്യമാകാതെ കിടക്കുകയാണെങ്കിൽ കാറ്ററാക്റ്റ് അഥവാ തിമിരം അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് ഡീജനറേഷൻ എന്ന രോഗം അല്ലെങ്കിൽ ഗ്ലൂക്കോമ എന്നിവ കണ്ണുകളിൽ ഉണ്ടാകും. കഴുത്തിലെ കശേരുക്കളിലാണെങ്കിൽ സെർവിക്കൽ സ്പോണ്ടൈലിയോസിസ്, നടുവിൻ്റെ കശേരുക്കളിലാണെങ്കിൽ ആൻഗ്ലോസിസ് സ്പോണ്ടൈലിയോസിസ്, പാൻക്രിയാസ് കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുമൂലം ഡയബറ്റിസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാൻ സാധ്യത കൂടുന്നു. ഹൃദയകോശങ്ങൾ നശിക്കുന്നത് മൂലം കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ഹൃദയാഘാതം വരെ സംഭവിക്കാം.